റിപ്പോർട്ടർ ഇംപാക്ട്. വഴിക്കടവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മാറ്റി. പഞ്ചായത്ത് ഭരണസമിതിയുടേതാണ് തീരുമാനം. കൃഷ്ണരാജിനി ഹാജരാകില്ല എന്ന് പ്രസിഡന്റ് NK തങ്കമ്മ പറഞ്ഞു. ലീഗ് നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്തിന്റെ തീരുമാനം. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിലാണ് കൃഷ്ണരാജിനെ ആദ്യം കൗൺസിൽ ആക്കിയത്, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയത്. ഇപ്പോൾ ഒഴിവാക്കുന്നതും തീരുമാനത്തിൽ തന്നെ. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. സ്മൃതി, ഇന്നലെ റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. അതായത് വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് സംഘപരിവാർ അഭിഭാഷകനായ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന R കൃഷ്ണരാജിനെ മാറ്റിയിരിക്കുന്നു. മാറ്റാനുള്ള തീരുമാനം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞുവെന്ന് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് NK തങ്കമ്മ വാർത്താക്കുറിപ്പ് ഇറക്കി അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഹൈക്കോടതിയിൽ കൃഷ്ണരാജ് വഴിക്കടവ് പഞ്ചായത്തിന് വേണ്ടി ഹാജരാകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ റിപ്പോർട്ടർ TV ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇത് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനമല്ല, സെക്രട്ടറി എടുത്ത തീരുമാനമാണ് എന്ന വിശദീകരണം മറ്റും ലീഗ് നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ അത് പൊളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് പൊളിയുന്ന തരത്തിൽ മിനിറ്റ്സ് പുറത്തു വന്നതോടെ വലിയ പ്രതിരോധത്തിൽ ലീഗ് നേതൃത്വം എത്തി. ഇതോടുകൂടിയാണ് എത്രയും പെട്ടെന്ന് തീരുമാനം നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശം പഞ്ചായത്ത് ഭരണസമിതിക്ക് ലീഗിൻ്റെ ജില്ലാ നേതൃത്വം നൽകിയത്. അതടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് R കൃഷ്ണരാജ് എന്ന സംഘപരിവാർ അനുകൂലിയായ അഭിഭാഷകനെ മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിവേഗത്തിൽ തീരുമാനമെടുത്തത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. തിരഞ്ഞെടുപ്പിൽ ഈ വിഷയവും വലിയ തോതിൽ ചർച്ചയായി അത് തിരിച്ചടിയാകും എന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. സ്മൃതി.